മധ്യപൂർവേഷ്യയെ വീണ്ടും യുദ്ധഭീതിയുടെ നിഴലിൽ നിർത്തിക്കൊണ്ട് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും അതിരഹസ്യ CIA താവളങ്ങൾക്കും നേരെ ഇറാൻ നടത്തുന്ന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നിൽ റഷ്യയുടെ അദൃശ്യ കരങ്ങളുണ്ടോ? സാധാരണ ഡ്രോൺ ആക്രമണങ്ങളെക്കാൾ അങ്ങേയറ്റം കൃത്യതയാർന്നതും ജാമിംഗ് സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കുന്നതുമായ ആക്രമണങ്ങളാണ് അടുത്തിടെ ഗൾഫ് മേഖലയിൽ അരങ്ങേറിയത്. US-ന്റെ അതിരഹസ്യ സൈനിക നീക്കങ്ങളും പ്രതിരോധ സ്ഥാനങ്ങളും പോലുള്ള വിവരങ്ങൾ ഇറാൻ ചോർത്തിയെടുത്തത് റഷ്യയുടെ അത്യാധുനിക മിലിറ്ററി സാറ്റലൈറ്റുകളിൽ നിന്നാണെന്ന സംശയം പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികൾക്കിടയിൽ ശക്തമായി കഴിഞ്ഞു. ഉക്രൈൻ യുദ്ധത്തിൽ ഇറാന്റെ ഡ്രോണുകൾ റഷ്യയ്ക്ക് കരുത്തായതുപോലെ പകരം അമേരിക്കയെ പൂട്ടാൻ സാങ്കേതികവിദ്യയും ഇന്റലിജൻസും നൽകി റഷ്യ ഇറാന് പിന്നിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന സത്യത്തിലേക്കാണ് ഈ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ആഗോള രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഈ റഷ്യ ഇറാൻ രഹസ്യ സഹകരണവും അതിനു പിന്നിലെ US ഇന്റലിജൻസ് കണ്ടെത്തലുകളും വിശദമായി പരിശോധിക്കാം. ആക്രമണങ്ങളുടെ അസാധാരണമായ കൃത്യതയാണ് ഒന്നാമത്തേത്. സൗദി അറേബ്യയിലെ റിയാദിലുള്ള US എംബസിക്കുള്ളിലെ CIA സ്റ്റേഷൻ, കിഴക്കൻ ഇറാഖിലെ മറ്റൊരു CIA കേന്ദ്രം എന്നിവിടങ്ങളിൽ ഇറാൻ കൃത്യമായ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. CIA വിദേശത്തുള്ള ഇത്തരം കേന്ദ്രങ്ങൾ അതീവ രഹസ്യമായാണ് പ്രവർത്തിക്കുന്നത്. ഈ രഹസ്യ കേന്ദ്രങ്ങളുടെ കൃത്യമായ സ്ഥാനങ്ങൾ ഇറാൻ എങ്ങനെ കണ്ടെത്തി എന്നതാണ് അമേരിക്കയെ കുഴപ്പിച്ചത്. റഷ്യയുടെ ഇന്റലിജൻസ് വിവരങ്ങൾ വഴിയാകാം ഈ ലക്ഷ്യസ്ഥാനങ്ങൾ ഇറാന് ലഭിച്ചതെന്ന് പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികൾ സംശയിക്കുന്നുണ്ട്. രണ്ടാമത്തേത് ഡ്രോണുകളിലെ റഷ്യൻ സാങ്കേതിക വിദ്യയാണ്. US പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ റഷ്യയുടെ ജാമർ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ സഹായിക്കുന്നുണ്ട്. സാധാരണയായി GPS സിഗ്നലുകളെ തടസ്സപ്പെടുത്തി തകർക്കാൻ കഴിയുന്ന ജാമിംഗ് സിസ്റ്റങ്ങളെ അതിജീവിക്കുന്ന തരത്തിലാണ് പുതിയ മോഡൽ ഇറാനിയൻ ഡ്രോണുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റഷ്യ തങ്ങളുടെ സ്വന്തം യുദ്ധത്തിൽ ഉപയോഗിച്ച് വിജയിച്ച ഇത്തരം ആന്റി ജാമിംഗ് സാങ്കേതിക വിദ്യകൾ ഇറാനുമായി പങ്കുവയ്ക്കുന്നത് US-നും സഖ്യകക്ഷികൾക്കും വലിയ വെല്ലുവിളിയാണ്. അടുത്തതായി നിർണായക വിവരങ്ങളുടെ കൈമാറ്റമാണ്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ, വിമാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളായ താഡ്, റഡാർ സ്റ്റേഷനുകൾ എന്നിവയുടെ സ്ഥാനങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ റഷ്യ ഇറാന് നൽകിയിട്ടുണ്ട് എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിലൂടെ അമേരിക്കൻ സേനയുടെ നീക്കങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ആക്രമണം നടത്താൻ ഇറാന് സാധിക്കുന്നു. അടുത്തത് റഷ്യ ഇറാൻ ബന്ധമാണ്. അമേരിക്കയുമായുള്ള ഇറാന്റെ സംഘർഷത്തിൽ റഷ്യ നേരിട്ട് ഇടപെടുന്നില്ല എങ്കിലും തങ്ങളുടെ അടുത്ത സഖ്യകക്ഷിയായ ഇറാന് സാങ്കേതിക ഇന്റലിജൻസ് സഹായമാണ് റഷ്യ നൽകുന്നത്. റഷ്യയുടെ സഹായമില്ലാതെ മറ്റ് രാജ്യങ്ങൾക്ക് അമേരിക്കൻ കേന്ദ്രങ്ങളുടെ ഇത്രയും കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കില്ല എന്നാണ് നിരീക്ഷകരുടെ പക്ഷം. കോമറ്റ് M നാവിഗേഷൻ സംവിധാനം ഇറാനു നൽകിയെന്ന റിപ്പോർട്ടുകളെ വ്യാജ വാർത്ത എന്നാണ് ക്രെംലിൻ വിശേഷിപ്പിച്ചത്. എന്നാൽ അമേരിക്കൻ ഔദ്യോഗിക വൃത്തങ്ങൾ ഈ വിവരങ്ങൾ ഗൗരവമായി കാണുകയും CIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇത് സംബന്ധിച്ച് രഹസ്യാന്വേഷണം നടത്തിവരികയുമാണ്. ഇതുമാത്രമല്ല, ഇതുകൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി ഒന്ന് പറയാം. സാറ്റലൈറ്റ് ഇന്റലിജൻസും ലക്ഷ്യ നിർണയവും. റഷ്യയ്ക്ക് തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക മിലിറ്ററി സാറ്റലൈറ്റ് നെറ്റ്വർക്കുകൾ നിലവിലുണ്ട്. ഗൾഫ് മേഖലയിലെ US സേനയുടെ തത്സമയ നീക്കങ്ങൾ, റഡാർ സ്റ്റേഷനുകളുടെ സ്ഥാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ എപ്പോൾ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ വിവരങ്ങൾ റഷ്യ തത്സമയം ഇറാന് കൈമാറുന്നുണ്ടെന്നാണ് പ്രധാന വിലയിരുത്തൽ. അടുത്തത് പരസ്പര സഹകരണ കരാറാണ്. ഈ സഹകരണം ഒരു വശത്തു നിന്ന് മാത്രം നടക്കുന്ന ഒന്നല്ല. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ വ്യാപകമായി ഉപയോഗിക്കുന്ന ഷാഹേദ് 136 പോലുള്ള ആയിരക്കണക്കിന് ആക്രമണ ഡ്രോണുകളും സാങ്കേതിക വിദ്യകളും ഇറാൻ റഷ്യയ്ക്ക് നൽകിയതാണ്. തിരിച്ച് റഷ്യ ഇറാന് നൽകുന്നത് അതിരഹസ്യമായ സാറ്റലൈറ്റ് ഇന്റലിജൻസ്, ഇലക്ട്രോണിക് വാർഫെയർ സാങ്കേതിക വിദ്യകൾ, എയർ ഡിഫൻസ് സപ്പോർട്ട്, മിസൈൽ ഡിഫൻസ് സംവിധാനങ്ങൾ എന്നിവയാണ്. അടുത്തത് ചൈനയുടെ പങ്കാണ് പ്രധാനമായത്. റഷ്യ ഇന്റലിജൻസ് സഹായത്തിന് പുറമെ ചൈനീസ് നിർമ്മിത ചിപ്പുകളും മറ്റ് അത്യാധുനിക അർദ്ധവാഹക ഉപകരണങ്ങളും ഇത്തരം ഡ്രോണുകളിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന കണ്ടെത്തലുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇത് US-നും പാശ്ചാത്യ രാജ്യങ്ങൾക്കുമെതിരെ ഉയർന്നുവരുന്ന പുതിയൊരു നയതന്ത്ര സൈനിക അച്ചുതണ്ടിന്റെ വ്യക്തമായ തെളിവായി പാശ്ചാത്യ രാജ്യങ്ങൾ കാണുന്നുണ്ട്. US നേരിടുന്ന തന്ത്രപരമായ പ്രതിസന്ധിയാണ് അടുത്തത്. ഇറാന്റെ ഈ പുതിയ പ്രകടനശേഷി കാരണം ഗൾഫ് മേഖലയിലെ US യുദ്ധക്കപ്പലുകൾക്കും സൈനിക താവളങ്ങൾക്കും റഡാറുകളിൽ പെടാതെ
ആകാശമാർഗം എത്തുന്ന ഡ്രോണുകളെയും മിസൈലുകളെയും തടയുക എന്നത് മുൻപത്തേക്കാൾ ചെലവേറിയതും പ്രയാസകരവുമാവുകയാണ്. ഇതിനെ മറികടക്കാൻ കൂടുതൽ കരുത്തുറ്റ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും സഖ്യകക്ഷികളുടെ പിന്തുണയും യുഎസിന് കൂടുതൽ ആവശ്യമായി വരുന്നുമുണ്ട്. ചുരുക്കത്തിൽ ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തുന്ന വൻ പ്രഹരശേഷിയുള്ള ആക്രമണങ്ങൾ വെറുമൊരു പ്രാദേശിക പോരാട്ടമല്ല, മറിച്ച് ആഗോള വൻശക്തികൾ തമ്മിലുള്ള സങ്കീർണമായ നിഴൽ യുദ്ധത്തിന്റെ വ്യക്തമായ തെളിവാണ്. ഉക്രൈൻ യുദ്ധത്തിൽ ഇറാന്റെ ഡ്രോണുകൾ റഷ്യയ്ക്ക് നിർണായകമായ തുറുപ്പുചീട്ടായപ്പോൾ പകരമായി റഷ്യ നൽകുന്ന ആധുനിക സാങ്കേതിക വിദ്യകളും ഉപഗ്രഹ വിവരണങ്ങളും ഇറാന്റെ അക്രമശേഷിയെ 10 മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇത് ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിനും തന്ത്രപ്രധാന സുരക്ഷയ്ക്കും സൃഷ്ടിക്കുന്നത് ചെറുതല്ലാത്ത വെല്ലുവിളിയാണ്. റഷ്യ ഇറാൻ സൈനിക അച്ചുതണ്ട് കൂടുതൽ ശക്തമാകുന്നത് മധ്യപൂർവേഷ്യൻ രാഷ്ട്രീയത്തെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കുമെന്നും വരും ദിവസങ്ങളിൽ ആഗോളതലത്തിൽ തന്നെ ഇത് കടുത്ത നയതന്ത്ര സൈനിക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്നും ഉറപ്പാണ്.